ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇത് നമുക്ക് സിമ്പിളായിട്ടൊരു ചിക്കൻ കറി തയ്യാറാക്കാം. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ്. നമുക്കതിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് നാരങ്ങ നീരും ചേർത്ത് ഒരു അരമണിക്കൂർ 10-20 മിനിറ്റ് ആയാലും മതി. നമുക്കൊരു മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമുക്കിതിനകത്ത് മുളക് പൊടി ചേർക്കുന്നത് പച്ചമുളകാണ്. കുറച്ച് മല്ലിപ്പൊടി മാത്രം ചേർക്കാം. മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും അതിന് ചേർക്കാം. കുരുമുളക് പൊടി പച്ചമുളക് ഏറെ ചേർക്കുന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കുറച്ച് ചേർത്താൽ മതിയാവും. നമുക്ക് നല്ലപോലെ ഒന്ന് ഗരം മസാലപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ച് എടുത്ത് വയ്ക്കാം. കുറച്ച് നാരങ്ങ നീരും ചേർത്ത് നല്ലപോലെ ഒന്ന് പുരട്ടി വയ്ക്കാം. അരമണിക്കൂർ ഇതിങ്ങനെ ഇരിക്കട്ടെ. നമുക്കിനി ഒരു പാനിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളിയും നല്ലപോലെ വഴറ്റിയെടുക്കാം. കുറച്ചൊന്ന് ചൂടായി ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് സവാളയും കൂടെ ചേർക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി സവാളയും ചേർക്കാം. സവാളയും ചേർത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയും ഒരുവിധം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് എത്ര എരിവേണം അതിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. നമ്മൾ കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പില, പുതിനയില, മല്ലിയില കുറച്ച് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ചതച്ച് ചേർക്കാം. കുറച്ച് എണ്ണയും ചേർത്ത് ഒന്നും കൂടെ നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. അധികം അങ്ങ് മൂത്ത് പോകണ്ട, ഇത്രയും മൂത്താൽ മതിയാവും. നമുക്കിനി തണുക്കുമ്പോൾ ഒന്ന് അരച്ചെടുക്കണം. ഇത് നല്ലപോലെ തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ച് കുറച്ചൊന്ന് ചതച്ചാൽ മതിയാവും. ചതച്ചെടുക്കാം. നമുക്ക് പാനിലിട്ട് കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ചേർക്കാം. വെള്ളം ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർക്കാം. വേണ്ടുന്ന ഉപ്പും ചേർത്ത് ഇനി നമുക്കിതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻസും ചേർക്കേണ്ടതില്ല. എല്ലാം നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ വേണ്ടുന്ന എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി ഉപ്പൊക്കെ നോക്കി അടച്ച് വേവിക്കാം. ഈസിയാണ്, നമുക്ക് ടേസ്റ്റുമുള്ള ചിക്കൻ കറിയാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്ക് അടച്ച് വേവിക്കാം. ഒരു 30 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് അടച്ച് ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് നോക്കാം. നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് ഗ്രേവി ഉണ്ട്. കുറച്ചും കൂടെ വറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വറ്റിച്ചെടുക്കാം. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. സിമ്പിളുമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പച്ചമുളക് ചേർക്കുന്നതും പ്രത്യേക ടേസ്റ്റാണ്. മുളകിനെക്കാട്ടിലും വറ്റൽമുളകിനെക്കാട്ടിലും പച്ചമുളക് ചേർക്കുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ളതും. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടെ വറ്റി എല്ലാം നമ്മുടെ ചിക്കൻ കറി എല്ലാം പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് കറിവേപ്പിലയും ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കുറച്ച് വറ്റണമെന്നുണ്ടെങ്കിൽ വറ്റിക്കാം. ഇല്ലെങ്കിൽ ഈ ഗ്രേവി നല്ല ടേസ്റ്റാണ്. ഇതും ചപ്പാത്തിക്കും അപ്പത്തിനുമൊക്കെ നല്ലതാണ്, ചോറിനും നല്ലതാണ്. ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.